പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. 1400 വർഷങ്ങൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യൻ ഇറങ്ങിയ ഖുർആനിക വചനങ്ങൾ പിന്നീട് അത് പുസ്തക രൂപത്തിലാവുകയും ഞാനും നിങ്ങളും എങ്ങനെ ജീവിക്കണം എന്ന് വഴികാട്ടിയാവുകയും ചെയ്തു. സാധാരണ നമ്മളൊരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു കാറ്റലോഗ് ഉണ്ടാവും. ആ കാറ്റലോഗ് എടുത്തിട്ടാണ് നമ്മൾ അത് എങ്ങനെ ഉപയോഗിക്കുക എന്ന് മനസ്സിലാവുക. അപ്പോൾ ഒരുപക്ഷെ ഓരോ ഖുർആനും നമ്മളൊക്കെ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു കാറ്റലോഗ് ആവാം. പ്രിയപ്പെട്ടവരെ, ഞാൻ യാക്കൂബ് അളമരം. ഖുർആൻ അജയ്യമാണ് എന്ന ടോപ്പിക്ക് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഖുർആൻ അജയ്യമാണ് അതിന്റെ ഭാഷ കൊണ്ടും അതിന്റെ ശാസ്ത്രസത്യം കൊണ്ടും അതിന്റെ സംരക്ഷണത്തിലും ഖുർആൻ സ്വന്തമായി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിലും മറ്റുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളിൽ നിന്നും അത് വ്യത്യസ്തമാണ്. ഖുർആൻ ഇറങ്ങിയ കാലത്ത് അന്നത്തെ പണ്ഡിതന്മാരും അന്നത്തെ കവികളും കലാകാരന്മാരുമൊക്കെ അന്നത്തെ ഭാഷാ നൈപുണ്യം കണ്ട് ഞെട്ടിയിരുന്നത്രേ. മുസ്ലിങ്ങളല്ലാത്തവർ വരെ അത് പറയുകയുണ്ടായി, ഇതൊരിക്കലും ഒരു മനുഷ്യൻ കൊണ്ടുവന്നതല്ല, ഇത് അമാനുഷികമാണ് എന്ന്. അള്ളാഹു തന്നെ സൂറത്തുൽ ബഖറയിലെ 23-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതുപോലെ മറ്റൊന്ന് കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഇന്നത്തെ ഈ ദിവസം വരെ ഒരായത്ത് പോലും ഒരാൾക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ഖുർആനിലുള്ള ശാസ്ത്രത്തിലുള്ള ഖുർആൻ എന്നത് നിരന്തരമായി പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബാങ് തിയറിയിൽ പറയുന്നു, പ്രപഞ്ചം ഒന്നായിരുന്നു, അത് ചിന്നിച്ചിതറി ഇന്നത്തെ രൂപത്തിലാണ്. അള്ളാഹു 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിക്കുന്നു സൂറത്തുൽ അംബിയാദിൽ 30-ാമത്തെ വചനത്തിൽ പ്രപഞ്ചം പൊട്ടിപ്പിളർന്ന് ഇന്നത്തെ രൂപത്തിലായതാണെന്ന്. അതുപോലെ ഭ്രൂണശാസ്ത്രം സൂറത്തുൽ മുഅ്മിനൂനിലൊക്കെ നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ എങ്ങനെ ശുക്ലപിണ്ഡം മാംസപിണ്ഡമായെന്നും മാംസപിണ്ഡത്തിൽ എല്ല് വന്നെന്നും എല്ലിന് വീണ്ടും മാംസം വന്നെന്നും ഒക്കെ വളരെ കൃത്യമായി അതിനെ നിർവചിക്കുന്നു. അതുപോലെ സമുദ്രത്തിന്റെ ആഴം, ഇങ്ങനെ തുടങ്ങി ധാരാളം ശാസ്ത്ര സത്യങ്ങൾ നമ്മൾക്ക് ഖുർആനുമായി താരതമ്യം ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന് അതിന്റെ സംരക്ഷണമാണ്. സൂറത്തുൽ ഹിജ്റിൽ അള്ളാഹു പറഞ്ഞത് ഞാനതിനെ സംരക്ഷിക്കുന്നതാണ്. അത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുടെ ഹൃദയത്തിൽ അതിന് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ, അറബി അറിയാത്തവർ വരെ അത് ലോകമെമ്പാടും ആൾക്കാർ അത് ബൈഹാർട്ടാക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഖുർആൻ അജയ്യമാണ്. അതിന്റെ ഭാഷയിൽ, അതിന്റെ ശാസ്ത്രത്തിൽ, അതിന്റെ സംരക്ഷണത്തിൽ. ഇത് വായിക്കാൻ മാത്രമല്ല, മറിച്ച് അത് നമുക്ക് ജീവിക്കാനുള്ള ഒരു പുസ്തകം കൂടിയാണ്. അള്ളാഹു ഖുർആൻ പഠിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ എല്ലാവിധ തൗഫീഖും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.